നമസ്കാരം. മോദി സർക്കാരിലെ മികച്ച മന്ത്രിമാരിൽ ഒരാളാണ് നിതിൻ ഗഡ്കരി. നമ്മുടെ റോഡും ഗതാഗതവും ഹൈവേയും ഒക്കെ ഗഡ്കരിയുടെ കയ്യിൽ ഭദ്രം. യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ടോൾ ജംഗ്ഷൻ എത്തുമ്പോഴാണല്ലേ. കഴുത്തറുത്തു വാങ്ങുന്ന ടോൾ ഇനിയുണ്ടാവില്ല. ജനങ്ങൾക്കായി നിതിൻ ഗഡ്കരിയുടെ സ്നേഹസ്പർശം. പുതിയ ടോൾ നയം ഉടൻ നടപ്പിലാകും. അതും ഏപ്രിൽ 1 മുമ്പ് തന്നെ. ഏപ്രിൽ 1 മുമ്പ് ഉപഭോക്താക്കൾക്ക് ന്യായമായ ഇളവുകൾ നൽകുന്ന ഒരു പുതിയ ടോൾ നയം സർക്കാർ അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ടോൾ നിരക്കുകളെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനും റോഡ് അടിസ്ഥാന സൗകര്യ ധനസഹായം മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. 2023-24 കാലഘട്ടത്തിൽ 64,809.86 കോടി രൂപയിലെത്തിയിരിക്കുകയാണ് ടോൾ പിരിവ്. അതായത് മുൻ വർഷത്തേക്കാൾ 35% വർധന. 2019-20 കാലഘട്ടത്തിൽ പിരിവ് 27,503 കോടി രൂപയായിരുന്നു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള ഒരു തന്ത്രവും ഗഡ്കരി വിശദീകരിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 65% ഗ്രാമപ്രദേശങ്ങളിലാണ് താമസിക്കുന്നതെങ്കിലും ദേശീയ സാമ്പത്തിക വളർച്ചയ്ക്ക് 12% മാത്രമേ സംഭാവന നൽകുന്നുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കർഷകർ ഭക്ഷ്യദാതാക്കൾ മാത്രമല്ല, ഊർജ്ജദാതാക്കളും ആയിരിക്കും. ജൈവ ഇന്ധന ഉൽപാദനത്തിലും ബദൽ ഊർജ്ജ സ്രോതസ്സുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള കാർഷിക വികസനത്തിനായുള്ള ഒരു സമീപനം അദ്ദേഹം വിശദീകരിച്ചു. അദ്ദേഹം നടപ്പിലാക്കാൻ പോകുന്ന പ്രധാന സംരംഭങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ജൈവ ഇന്ധന ഉൽപാദനം. ചോളം വില ക്വിന്റലിന് 2,800 രൂപയായി ഉയർത്തൽ. രാജ്യവ്യാപകമായി 400 ബയോ എനർജി പദ്ധതികൾ വികസിപ്പിക്കൽ. കാർഷിക മാലിന്യങ്ങളെ ബയോ CNGയും ബയോ ബിറ്റുമെനുമാക്കി മാറ്റൽ. ലോജിസ്റ്റിക്സും അടിസ്ഥാന സൗകര്യങ്ങളും. ലോജിസ്റ്റിക്സ് ചെലവ് 14 മുതൽ 16% നിന്ന് ഏകദേശം 9% കുറയ്ക്കൽ. ഗ്രീൻ എക്സ്പ്രസ് ഹൈവേകൾ വികസിപ്പിക്കൽ. നൂതന നിർമ്മാണ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കൽ. ഇലക്ട്രിക് വാഹന തന്ത്രം. ആഭ്യന്തര അന്തർദേശീയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളെ പിന്തുണയ്ക്കൽ. പുനരുപയോഗ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ. ഇന്ധന സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കൽ. ഇന്ത്യയെ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യവുമായി ഈ സംരംഭങ്ങൾ യോജിക്കുന്നുവെന്ന് ഗഡ്കരി പറഞ്ഞു. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ പരിഹരിക്കുന്നതിൽ നല്ലതിനു വേണ്ടി ചിന്തിക്കുകയും ഏറ്റവും മോശമായതിന് തയ്യാറെടുക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഗഡ്കരിയാള് ചില്ലറക്കാരനല്ല. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.